ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, എന്റെ സ്കൂൾ ടൂർ ആണ്. 10ാം ക്ലാസ്സിലെ അവസാനത്തെ വർഷമായതുകൊണ്ടൊക്കെ തന്നെ 10ാം ക്ലാസ്സുകാർക്ക് ടൂർ ഉണ്ട്. ആ ടൂറാണ് ഞങ്ങൾക്ക് 4 ദിവസമാണ് ടൂറ്. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെ ബാഗിലേക്ക് പാക്ക് ചെയ്യാം, ഞാൻ ടൂർ പോകുമ്പോൾ എങ്ങനെയാണ് ഞാൻ എന്റെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് അടുക്കി വെച്ചിരിക്കുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യം തന്നെ ഡ്രസ്സുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ടൂർ പോകുന്നത് മൈസൂർ, ഊട്ടി, 2 സ്ഥലങ്ങൾ. കേരളത്തിന് വെളിയിൽ പപ്പായും മമ്മായും നിശാനും ഇല്ലാതെ കേരളത്തിന് വെളിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ടൂർ പോകുന്നത്. മൈസൂർ, ഊട്ടി. മൈസൂർ, ഊട്ടിയാണ്. അവിടെ ആദ്യം പോകുന്നത് ഊട്ടിയിലേക്കാണ്. അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അതിനുവേണ്ടി ആദ്യം തന്നെ ഹുഡിയും പിന്നെ എന്താ ഒരു കമ്പിളി പോലത്തെ ആ ഒരു മെറ്റീരിയൽ വെച്ചുള്ള ഒരു ടീഷർട്ടും, അത് രണ്ടും ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനൊപ്പം 4 ജോഡി നല്ല ഡ്രസ്സാണ് വേണ്ടത്. 4 ഡേ ആണ് ട്രിപ്പ്. അപ്പൊ 4 ജോഡി നല്ല ഡ്രസ്സ് അത് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഷർട്ട്, ഈ ഷർട്ടിന്റെ അകത്ത് ജീൻസ്, ഇങ്ങനെ ഒരു ദിവസം നമ്മൾ എന്താണ് ഇടേണ്ടത് അതെല്ലാം ഒരു സെറ്റാക്കി ആണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ആകെ 2 ജീൻസ് എടുക്കുന്നുള്ളൂ. ജീൻസ് എന്ന് പറയുമ്പോ തന്നെ ഒരു ജീൻസ് 2 ദിവസം ഇടാം. അതുകൊണ്ട് ആദ്യത്തെ 2ാമത്തെ ദിവസം ഒരു ജീൻസ്, അടുത്ത 2 ദിവസം മറ്റൊരു ജീൻസ്. ഇത് ഒരു പ്ലാസ്റ്റിക് കവർ. നമ്മൾ ഈ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മടക്കി ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് വെച്ചതിന് ശേഷം ബാഗിലേക്ക് ആക്കാനാണ്. നല്ല ഡ്രസ്സ് കഴിഞ്ഞു. അതുപോലെ വീട്ടിലിടാനും ഞങ്ങൾക്ക് അവിടെ 2 ദിവസം സ്റ്റേ ഉള്ളൂ. അപ്പൊ വീട്ടിലിടാനുള്ള ഡ്രസ്സും ഇതുപോലെ തന്നെ എങ്ങനെയാണ് എന്തൊക്കെയാണോ ഇടേണ്ടത് അതെല്ലാം ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്രയാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ. ഒരു കാര്യം കൂടെ, സ്കൂൾ യൂണിഫോം. ടീച്ചർമാര് പറഞ്ഞിരുന്നത് വെളിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയാൻ ID കാർഡ് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊപ്പം സ്കൂൾ യൂണിഫോം. ഇതവിടെ അമ്മക്ക ഇതിന്റെ ഓക്കെ. സ്കൂൾ യൂണിഫോമും വെച്ചു. ഇനി ഇത് മങ്കിക്കാം. നിഷാൻ, നീ വെക്കുന്നതായിരിക്കും നല്ലത്, കാരണം നീയാണ് മങ്കി ക്യാപ്പ് വെച്ച് ഇത് മങ്കി ക്യാപ്പ്. ഇത് എക്സ്ട്രാ നിക്കർ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാല്, തണുപ്പൊക്കെ ആണല്ലോ, അപ്പൊ പാന്റ് ഇല്ല, നിക്കറാണ് എടുത്തിരിക്കുന്നത് വീട്ടിലിടാൻ. ഒരു പാന്റും കൂടെ എക്സ്ട്രാ, തണുപ്പൊക്കെ ആയാലോ എന്നൊക്കെ കരുതി. ഇത് തൊപ്പി. ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. സ്കൂളിലെ വാട്ടർ ബോട്ടിൽ അറിയില്ല. ഇത് സ്റ്റീൽ കുപ്പി. കണ്ടോ, സ്റ്റീൽ കുപ്പി അല്ലേ ശേഷം. അതായത് വെളിയിലൊക്കെ പോകുമ്പോ അവിടെ നല്ല വെള്ളം കിട്ടാനും സാധ്യതയില്ല. അതുകൊണ്ട് ചൂടുവെള്ളമൊക്കെ കരുതാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടില് കൊണ്ടുവരാൻ പറ്റില്ല. പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ച് അത് വലിച്ചെറിയുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്റ്റീൽ കുപ്പികൾ. അതാകുമ്പോ വലിച്ചെറിയപ്പെടത്തുമില്ല. ചൂടുവെള്ളമൊക്കെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം കുടിക്കാനും. പിന്നെ ഇല്ല, ടോർച്ച്. രാത്രി കാലങ്ങളിൽ പ്രേതങ്ങൾ വരുമോ എന്ന് പേടിച്ചാൽ, പ്രേതങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ടോർച്ചും കത്തിച്ചിരിക്കാം. എന്തിനാന്ന് പ്രത്യേകം പറയേണ്ട കാര്യം എന്താ, ക്യാമറാമാൻ പറഞ്ഞ കാര്യം തന്നെ ഓവറാ. ഇത് സംഭവം എന്താന്ന് വെച്ചാ, ചെറിയ ചെറിയ സാധനങ്ങൾ, സോപ്പ്, ചീപ്പ്, എണ്ണ, ബ്രഷ്, ടങ് ക്ലീനർ, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളായതുകൊണ്ട് കളഞ്ഞു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് എന്റെ കയ്യിലൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാൽ പെട്ടെന്ന് തന്നെ കാണാതെ പോകും. അതുകൊണ്ടാണ് ഇതുപോലൊരു പൗച്ച് അല്ലെങ്കിൽ ഒരു കവർ എടുത്തിട്ട് അതിലേക്ക് ഇത്തരം സാധനങ്ങൾ അടുക്കും ചിട്ടയോടെയുമാണ് ഞങ്ങൾ വെച്ചിരുന്നത്. പക്ഷെ ഒരു മരമണ്ടൻ ഇത് കിട്ടിയപ്പോഴേ തന്നെ പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഇനി അടുത്തതെടുത്ത് ഇത് ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കണം. അപ്പൊ ഒരു ടൂറൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതെ പോകണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കവറിനകത്താക്കി കാണാതെ പോകാതെ ഇരിക്കണമെങ്കിൽ എളുപ്പത്തിൽ എടുക്കാനും നല്ലതാണ്. എളുപ്പത്തിൽ എടുക്കാൻ ഇതൊക്കെയാണ്. അല്ലെങ്കിൽ എല്ലാം വലിച്ചു വാരിയിടും. കൊട
മൈസൂര് ഭയങ്കര ചൂടായിരിക്കും, ഊട്ടിയിൽ ഭയങ്കര തണുപ്പ്. അപ്പൊ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ചൂട് കൂടാ. അയ്യോ വെക്കണ്ടേ, ഇത് വെക്കണ്ടേ. ഇത് എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വിസാണ് KPSTA സ്വദേശ് മെഗാ ക്വിസ്. ഇതിന്റെ ജില്ലാതലമൊക്കെ എത്തി, ജില്ലാതലത്തിലൊക്കെ പോയി ഒരു ഇതൊക്കെ രസമായിരിക്കും. പക്ഷേ ആൾക്കാരെ ഉറങ്ങുവാണോ, ഒന്ന് പെട്ടെന്ന് പറ. ഈ മണ്ടൻ അത് പോകാതെ ടൂറിന് പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നിബി ഇത്തവണത്തെ സ്വദേശ് മെഗാ ക്വിസ് വീഡിയോയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അതുകൊണ്ട് ഒറ്റ കാര്യം, നിബി അല്ലേ മടിയൻ, ഞാനാണോ നിബിയാണോ മടിയൻ? നമ്മ ഒരു ടൂറ് പോകുമ്പോ, ഒരു ടൂർ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ അവസാന വർഷം കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന്, എക്സ്ക്യൂസ് മീ, ഒരു 30 സെക്കൻഡ്, എനിക്ക് ഒരു 30 സെക്കൻഡ് പ്ലീസ്, ഒരു 30 സെക്കൻഡ്. ഒരു ടൂറ് കൂട്ടുകാർക്കൊക്കെ ഒപ്പം 3 വർഷം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാർ 10ാം ക്ലാസ് അവസാന വർഷം ഒരു ടൂർ വരുന്നു. പക്ഷെ KPST ഒരു ഇമ്പോർട്ടന്റ് മത്സരമാണ്. ഒരു എക്സ്ക്യൂസ് മീ, ടൂർ ഒരു മത്സരം, അത് എപ്പോഴും വരും. ഇനി KPSTയും വലിയ കാര്യം തന്നെ. പക്ഷെ ക്വിസ് +1ലും +2ലും ഒക്കെ എത്തുമ്പോൾ ഇനിയും ക്വിസൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ടൂർ എന്ന് പറയുന്നത് ഒറ്റ ടൈമൊക്കെ കിട്ടത്തുള്ളൂ ടൂറ്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, കൂട്ടുകാരുടെ നിർബന്ധം, ടീച്ചർമാര് ഭയങ്കര നിർബന്ധം. അപ്പൊ ഞാനും അവസാനം തീരുമാനിച്ചു ടൂർ ഇനി അടുത്ത വർഷമൊക്കെ എഴുതാം. ഇത്തവണ പരീക്ഷ അല്ല, സന്തോഷം കാരണം വാക്കുകളൊക്കെ മാറി മാറി പോകുന്ന പരീക്ഷയൊക്കെ അല്ല, ക്വിസൊക്കെ ഇനി അടുത്ത വർഷം എഴുതാം. പക്ഷേ ഒക്കെ ഇപ്പൊ തന്നെ പോണം, ലൈഫ് എൻജോയ് ചെയ്യണം. അതിനുശേഷം ക്വിസ് അവസരവും അടുത്തുപോലത്തെ കാര്യങ്ങളൊക്കെ ഇനിയും വരും. പക്ഷെ നിശാൻ പാവം LPയിലായി പോയത് കൊണ്ട് ക്വിസ് ഒന്നും അല്ല, ടൂർ ഒന്നും ഇല്ല. അതുകൊണ്ട് അവൻ മാത്രമാണ് ഒക്ടോബർ 2-ന് അവൻ മാത്രമാണ് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അതായത് എനിക്ക് കൃഷിനോട് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. പക്ഷെ നിബി അതുപോലെ ഒരാളല്ല. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിബി ഇല്ലാതെ അപ്പൊ ഞങ്ങള് ഉടുപ്പെല്ലാം സെറ്റാക്കി, ബാഗ് സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഒരു കാര്യം, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ടൂർ പോകുമ്പോ കാര്യങ്ങളെല്ലാം നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഒരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി, എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നൊരു ലിസ്റ്റ് തയ്യാറാക്കി. സ്നാക്സ് കൊണ്ടുപോകുന്നില്ലേ? അല്ല, അത് പറയണം. അവസാനം വരെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്. ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബാഗ് വൃത്തിക്ക് ഇതുപോലെ അടുക്കി വെക്കണം. ഇത് എങ്ങോട്ടാ വെക്കണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇങ്ങോട്ട് വെച്ചേക്കാം, അത് സെറ്റാക്കാം. ഇങ്ങനെയാണ്, ഇതുപോലെയാണ് സെറ്റ് ആക്കേണ്ടത്. ഒരു കാര്യം കൂടെ, ഇത് ഒരു ബാഗ്, ഇങ്ങനത്തെ സാധനങ്ങൾ. അടുത്ത വേറൊരു ചെറിയ ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്, അതിൽ നിറച്ച് സ്നാക്സ് ആയിരിക്കും. ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് രാത്രി മുഴുവൻ വണ്ടിക്കകത്തിരുന്ന് രാത്രി മുഴുവൻ സ്നാക്സ് കഴിക്കലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് സ്നാക്സിനായിട്ടും ഒരു ബാഗ് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഇനി 1, 2, 3, 4 ഒക്ടോബർ 1, 2, 3, 4 ദിവസം സ്കൂളിൽ നിന്ന് മൈസൂർ, ഊട്ടിയിൽ പോയി അടിച്ചു പൊളിക്കുന്നതായിരിക്കും. വീഡിയോയിലൊക്കെ ഇനി നിശാൻ ഒറ്റയ്ക്ക് കാണുന്ന ഒരു 2-3 ദിവസം. അപ്പോൾ എന്തായാലും വന്നു കഴിഞ്ഞാൽ 6-ാം തീയതി ഉടനെ ക്വിസ് ഉണ്ട്. അയ്യോ, അത് ഏതാ CH ജില്ലാതലം. ഞങ്ങൾക്ക് ഇത്തവണ CH ഓൺലൈൻ ആയിട്ടാണ് ക്വിസ് മത്സരം. ഇത്തവണ സബ് ജില്ലാതലം ഓൺലൈൻ ആയിട്ടായിരുന്നു. അതിന്റെ റിസൾട്ട് ഒക്ടോബർ 2-ന് വരുന്നതായിരിക്കും. അതുപോലെ AKST അരിവുത്സവത്തിനും ജില്ലാതലത്തിലും മത്സരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. സബ് ജില്ലയില് ഞങ്ങള് ജയിച്ചു. ജില്ലാതലത്തിൽ ഞങ്ങൾക്ക് ഇനി പങ്കെടുക്കാം. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഞാൻ 4 ദിവസം എൻജോയ് ചെയ്യാൻ പോകുന്നു. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിശാനൊപ്പം നിബിൻ.